PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ LDC പരീക്ഷയുടെ ടൈം ടേബിൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ LDC പരീക്ഷ എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, എല്ലാവർക്കും ഒരു സുവർണാവസരം എന്ന് പറയാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് LDC. നിങ്ങൾക്കറിയാം, ഒരുപാട് വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം ഉള്ളത്. ഏകദേശം ഒരു 12,000-ഓളം വേക്കൻസി ഒക്കെയുള്ള പരീക്ഷയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ 12,000 വേക്കൻസി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ എന്താണ്, മത്സരവും ഭയങ്കരമായിട്ട് കടുത്ത മത്സരം തന്നെയാണ്. നമ്മൾ എത്ര ലക്ഷം പേരോടാണ് മത്സരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് മുൻപ് തന്നെ നമ്മുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു മാസം മേലെയായി നമ്മൾ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഇനി ഡേറ്റ് വന്നിട്ട് പഠനം തുടങ്ങാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഡേറ്റ് വന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണെങ്കിൽ കൂടി ഡേറ്റ് വന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി, ഒരു ടെൻഷൻ, ഇനി എന്ത്, ഈ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു തീർന്നു, അല്ലെങ്കിൽ പഠിച്ചവർക്ക് റിവിഷൻ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് ടെൻഷനും ഒരുപാട് സംശയങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഞാനൊന്ന് പറയാം. LDC എക്സാം, LDC മാത്രമല്ല, നമുക്ക് ജൂലൈ മാസത്തിൽ UPST, LPST, ഖാദി ബോർഡ് LDC തുടങ്ങിയ പരീക്ഷകളൊക്കെ നമ്മുടെ ജൂലൈ മാസത്ത് തന്നെയുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ LDCയുടെ കാര്യം പറയുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് നമ്മുടെ LDC പരീക്ഷ നടക്കുന്നത്, വിവിധ ജില്ലകളിലായിട്ട് ജൂലൈ മുതൽ ഒക്ടോബർ വരെ. അപ്പോൾ അതിൽ ആദ്യത്തെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ജൂലൈ 27. ഈ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം. അന്ന് തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് പരീക്ഷ. ജൂലൈ 27 തിരുവനന്തപുരം ജില്ലയ്ക്കാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, എന്ത്, ഞങ്ങൾ ഇടുക്കി, മലപ്പുറം, വയനാട് കാരൊക്കെയാണ്, എറണാകുളം കാരൊക്കെയാണ്, ഞങ്ങൾക്ക് അങ്ങ് ഒക്ടോബറിലല്ലേ വരുന്നത്, അപ്പോൾ ഇനിയും സമയമുണ്ട്, അല്ലേ? നമുക്ക് സമാധാനത്തിൽ പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കണോ? വേണ്ട. ഓക്കെ, ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഇപ്പം ജൂലൈയിൽ പരീക്ഷ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം പഠനം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ചാനലിലൂടെ ഏകദേശം 1.5 മാസമായിട്ട് നമ്മൾ LDCക്ക് വേണ്ടിയും LGSന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഉൾപ്പെടെ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് പോകുന്നവർക്ക് വലിയ ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു 3 മാസവും കൂടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ ഇപ്പം പഠനം തുടങ്ങുന്നവരും ഉണ്ടാവും, അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജൂലൈ 27 തിരുവനന്തപുരം ജില്ലയിലാണ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം എവിടേക്കാ? കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ. 2024 സെപ്റ്റംബർ മാസത്തിലാണ് ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോട് ജില്ലയിൽ വരുന്നത്. ഒക്ടോബർ മാസത്തിൽ ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് ജില്ലകളിലും. ദെൻ ഒക്ടോബറിൽ തന്നെയാണ് തസ്തിക മാറ്റം വഴിയുള്ള നിയമനങ്ങളുടെ 14 ജില്ലകളിലും തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിന്റെ പരീക്ഷയും ഈ ഒക്ടോബറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലായിട്ടാണ് നമ്മുടെ LDCയുടെ പരീക്ഷ വരുന്നത്. അപ്പോൾ തിരുവനന്തപുരക്കാർക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ കൃത്യമായിട്ട് 3 മാസം. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരംകാർ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ജില്ലക്കാരും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ 3 മാസമേ ഉള്ളൂ എന്ന രീതിയിൽ തന്നെ ജൂലൈ 27 ആകുന്നതിന് മുൻപ് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഇപ്പോൾ ഈ 3 മാസം, അതായത് ഇപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പഠനം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്, അല്ലേ? നമുക്ക് LDC ആദ്യമായിട്ട് നടക്കുന്ന പരീക്ഷയല്ല, അല്ലേ? ഇതിന് മുൻപ് LDC നടന്നിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ച് PSC ആ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് കണ്ടുപിടിച്ച് PSCയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്, അല്ലേ, ഫോക്കസ് ചെയ്യുന്നത്, അതൊക്കെ കണ്ടുപിടിച്ച് ഒരു സ്മാർട്ട് വർക്ക്. അപ്പോൾ ആ ഒരു സ്മാർട്ട് വർക്കിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകുന്നത്. നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കറിയാം നമ്മൾ
ഒരു ദിവസം ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ചാനലിൽ ഒരു ദിവസം 6 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വേറെ എനിക്ക് എൻ്റെ അറിവിൽ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ച് നൽകുന്ന മറ്റൊരു ചാനൽ എൻ്റെ അറിവിലില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പോൾ 6 ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം നൽകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്ക് നമ്മളൊരു ക്ലാസ് നൽകുന്നുണ്ട്, 9 മണിക്ക് നമ്മളൊരു ക്ലാസ് നൽകുന്നുണ്ട്, ദെൻ അത് കഴിഞ്ഞ് 12 മണിക്ക് നമ്മൾ ഒരു ക്ലാസ് നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് നമ്മളൊരു ക്ലാസ് നൽകുന്നുണ്ട്, ദെൻ രാത്രി 8 മണിക്ക് ഒരു ക്ലാസ് നൽകുന്നുണ്ട്, 10:30 ക്ലാസ് നൽകുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 6 ക്ലാസ്സുകൾ നൽകുന്നത്. ഇതിൽ 6 മണിയുടെയും 9 മണിയുടെയും 12 മണിയുടെയും ക്ലാസ് എന്ന് പറയുന്നത് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, അതുപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്, GK പോർഷൻസ് ആണ്. ഓക്കെ, GK പോർഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന 3 ക്ലാസ്സുകളും നൽകുന്നത്. ദെൻ 3 മണിക്ക് നമ്മൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിൻ്റെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. 8 മണിക്ക് നമ്മൾ PYQ ഡിസ്കഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന GK പോർഷൻസ് ഉണ്ടല്ലോ, SCERT NCERT ടോപ്പിക്കൊക്കെ വെച്ച് പഠിക്കുന്ന അന്ന് പഠിപ്പിച്ച ഭാഗത്തു നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നത്. 8 മണിയുടെയും 10:30യുടെയും ക്ലാസ് ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 10:30 എന്താണ് ചെയ്യുന്നത്? 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് ആണ്. എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് പ്ലസ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരേപോലെ പഠിച്ചു പോകേണ്ട ഭാഗമാണ് നമുക്ക് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗവും കൂടെ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല. കണക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കലാ, കായികം, സാഹിത്യം, സംസ്കാരം ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പോൾ രാത്രി 8 മണിക്കും 10:30ക്കും രാത്രി 2 ക്ലാസ്സുകളും ലൈവും, പകലുള്ള 4 ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്. ഈ ഒരു രീതിയിൽ 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇനി തുടർന്നും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നു, തുടക്കം മുതൽ പഠിച്ചു വരണമെന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടെലഗ്രാം ചാനലിൽ എന്തിനു ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നാളെയാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ അതിൻ്റെ ടൈം ടേബിൾ ഇട്ട് തരും. നാളെ രാവിലെ 6 മണിക്ക് ഇതാണ് ടോപ്പിക്, 9 മണിക്ക് ഇതാണ്, 12 മണിക്ക് ഇതാണ്, 3 മണിക്ക് ഇതാണ്, 8 മണിക്ക് ഇത്, 10:30 ഇത്. ഇങ്ങനെ നാളെ എന്തൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ച് ആ സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് ടെലഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരും, ക്ലാസ് വരും. അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം വഴി കിട്ടും, നിങ്ങൾക്ക് പഠിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതിന് വേണ്ടി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഒരുപാട് പേര് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കാണാൻ വേണ്ടി പറ്റും. ഇനി ജോയിൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ കണ്ടുവരണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കില്ലേ മിസ്സേ? എടുക്കും. നമുക്ക് 3 മാസം സമയമുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ തീവ്രമായി പരിശീലിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, നമുക്ക് 1ാം റാങ്ക് വേണമെന്ന് കരുതി വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ പറയില്ലേ, ആകാശത്തോളം കുന്നോളം മോഹിച്ചാലാണ് നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് നമ്മൾ പറയും അല്ലേ? അതേപോലെ നിങ്ങൾ 1ാം റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു എയിം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നല്ലൊരു വലിയ ലക്ഷ്യമാണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. ഇന്ന് മുതൽ തുടങ്ങിയാലും മതി, നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താൻ പറ്റും. ഹാർഡ് വർക്കിനോടൊപ്പം എന്തും കൂടെ വേണം? സ്മാർട്ട് വർക്കും കൂടെ വേണം. അപ്പം നമ്മൾ ആ സ്മാർട്ട് വർക്കിൻ്റെ രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. SCERT പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. നമ്മൾ PSC
എന്നും ചോദ്യം തരുന്ന PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം ലഭിക്കുന്ന PSCക്ക് ഇഷ്ടപ്പെട്ട SCERT പാഠഭാഗങ്ങൾ നമ്മൾ തിരഞ്ഞു പഠിക്കുന്നുണ്ട്. NCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. PSCക്ക് ഇഷ്ടപ്പെട്ട കുറേ ഏരിയാസ് ഉണ്ട്, കുറേ ടോപ്പിക്സ് ഉണ്ട്, അത് തിരഞ്ഞു പിടിച്ച് പഠിക്കുന്നുണ്ട്. എന്താണോ പരീക്ഷയ്ക്ക് ആവശ്യം, നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ നൽകുന്ന ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഇപ്പം നടക്കുന്ന ഈ ഏപ്രിൽ മാസത്തും ഒക്കെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും അവിടെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും PSCക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഈ 3 മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നേടാൻ പറ്റും. ഇനി നമ്മുടെ തുടക്കം മുതൽ പഠിച്ചു വരുന്ന ഒപ്പം വരുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രാക്കിലായിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് കൊണ്ടുപോകും. പെട്ടെന്ന് തന്നെ നമ്മൾ സിലബസ് തീർത്ത് റിവിഷനിലോട്ട് പോകും. ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു കാര്യം പഠിച്ച് അതവിടെ ഇട്ടിട്ട് അടുത്ത കുറേ നാളത്തേക്ക് നമ്മൾ നോക്കുന്നതേ ഇല്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പരീക്ഷ ആകുമ്പോഴത്തേക്കും ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ മറന്നു പോകും. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ? ഈ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ച് നൽകുക മാത്രമല്ല, ഈ 6 ക്ലാസ്സുകളും ഞാൻ പറഞ്ഞു, കാലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രിയാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? PYQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എല്ലാ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പിന്നീട് ബാക്കിലേക്ക് ആകുമ്പോൾ മറന്നു പോവില്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മന്ത്ലി നമ്മൾ ഒരു മാസം തികയുമ്പോൾ ആ ഒരു മാസം പഠിച്ച കാര്യങ്ങൾ 100 മാർക്കിൻ്റെ പരീക്ഷയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ജോലി വേണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളവർ ഇന്ന് മുതൽ തന്നെ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളാം. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും ഈ പറയുന്ന പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും നിങ്ങൾക്കത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക്, പുതിയ ആളുകൾക്ക് അത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ ചാനലിൽ എന്താണ് നമ്മൾ നൽകുന്നത്, അത് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് കമൻസ് നിങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് സ്ഥിരം കാണുന്ന പിള്ളേർ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും, പുതിയതായിട്ട് വരുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ നാളുകളാണെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് 1, 2, 3 പേരോടൊന്നും അല്ല, ലക്ഷക്കണക്കിന് ആളുകളോടാണ് അല്ലേ? അപ്പോൾ ആ ലക്ഷക്കണക്കിന് പേര് എഴുതുമ്പോൾ നമുക്കൊരു 12,000 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 12,000-ൽ ഒരുവനാവണം അല്ലെങ്കിൽ ഒരുവളാവണം എന്ന ലക്ഷ്യത്തിലോട്ടാണ് നമ്മൾ എത്തുന്നത് അല്ലേ? അപ്പോൾ അതിനെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നാൽ മതി. ഞാനും നിങ്ങളോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ ഇനിയും പഠനം തുടങ്ങാത്തവർ ഇത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ സിലബസ് കംപ്ലീഷൻ, അത് കഴിഞ്ഞ് റിവിഷൻ, PYQ ഡിസ്കഷൻ, എക്സാം, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വിജയം നമ്മുടെ കയ്യിലായിരിക്കും. നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിൽ നിന്നും ഒരുപാട് ഗവൺമെൻറ് ജോലി വാങ്ങിക്കുന്ന കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് നേടാനാവും, ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഉഷാറൊക്കെ പോയി ഉറങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർന്ന് എണീക്കുക. ഇനി ഉറക്കമൊക്കെ മാറ്റി വയ്ക്കുക. ഉറക്കം മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഉറക്കമൊഴിഞ്ഞ് അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഉറക്കമൊഴിഞ്ഞ് പഠിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കത്തില്ല, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെയല്ല, പ്രോപ്പറായിട്ടൊരു ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണം. ഉറക്കം, ഭക്ഷണം, വെള്ളം, ഇതെല്ലാം അത്യാവശ്യമാണ്. അതേപോലെ പഠനവും അതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. ഞാൻ ഒരു ദിവസം ഇത്ര കാര്യങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ അത് പഠിച്ച് തീർത്തിട്ടേ അന്ന് ഉറങ്ങാവും. ഓക്കെ, ആ ഒരു ടൈം ഉണ്ടല്ലോ, നിങ്ങൾ ഇത്ര സമയം ഇന്ന സബ്ജക്റ്റിന് വേണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്നു മുതൽ, ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ, ഇന്നു മുതൽ തുടങ്ങിയാൽ നമ്മുടെ മുമ്പിൽ 3 മാസം സമയമുണ്ട്. 3 മാസം സമയം, എല്ലാവർക്കും 3 മാസമാണ് സമയം അല്ലേ? നമുക്കും 3 മാസമാണ്. ആ 3 മാസം എങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നു, അതിലാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മുടെ കൂടെ നിൽക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? റെഡിയല്ലേ? നാളെ ഞായറാഴ്ച നമുക്ക് കംപ്ലീറ്റ് ലീവാണ്. അപ്പം നാളത്തേക്ക് എന്ത് ചെയ്യുക? പുതിയതായിട്ട് ജോയിൻ ചെയ്തവരെ അല്ലെങ്കിൽ ഇതുവരെ പഠനം പൂർത്തിയാക്കാത്തവരെ, പഠിച്ചവരുണ്ടെങ്കിൽ അത് റിവിഷൻ ചെയ്യുക.
പെൻഡിങ് ക്ലാസ് ഉള്ളതൊക്കെ കണ്ട് പഠിച്ച് തീർത്ത് നാളത്തേക്ക് സെറ്റായിട്ട് മറ്റന്നാൾ നമുക്ക് പുതുതായിട്ടൊരു ഉഷാറോടുകൂടെ തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ബൈ.